നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വ്യക്തിത്വവും മനസ്സും. കാൾ റോജേഴ്സ് അഹം, സ്നേഹം, ഉത്തര മാനവികത കാഴ്ചപ്പാടുകൾ, ആത്മാദരം, മനസ്സ്, മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ. കാൾ റോജേഴ്സ് സ്വയം അറിയുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഓരോ മനുഷ്യനും ജന്മസിദ്ധമായി ത്വരയുണ്ടെന്നും അതിനെ വളർത്തി ആത്മസാക്ഷാത്കാരം നേടാനുള്ള അദമ്യമായ അഭിലാഷത്തെ പുഷ്ടിപ്പെടുത്തണമെന്നുള്ള കാഴ്ചപ്പാടിന് പ്രാധാന്യം നൽകിയ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് കാൾ റോജേഴ്സ്. വ്യക്തികളുടെ ആത്മനിഷ്ഠമായ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ കാൾ റോജേഴ്സിൻ്റെ സമീപനം അറിയപ്പെടുന്നത് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം, പേഴ്സൺ സെൻറ്റേർഡ് തിയറി എന്നാണ്. ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സിൻ്റെ പുസ്തകങ്ങൾ: ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി, ഓൺ ബിക്കമിങ് എ പേഴ്സൺ, എ വേ ഓഫ് ബീയിങ്, ഇറ്റ്സ് ആൻ ഓഫുൾ റിസ്കി തിങ് ടു ലീവ്. സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള, മനുഷ്യത്വവും നന്മയും നിറഞ്ഞ ആളായാണ് ഓരോ വ്യക്തിയെയും കാൾ റോജേഴ്സ് പരിഗണിക്കുന്നത്. ആത്മബോധം അല്ലെങ്കിൽ അഹം എന്ന സങ്കല്പം, സെൽഫ് കോൺസെപ്റ്റ്. രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന തൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായ ആത്മാവബോധ സിദ്ധാന്തത്തിന് രൂപം നൽകിയത് കാൾ റോജേഴ്സ് ആണ്. ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സ്വഭാവത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും തൻ്റേതായ വ്യവഹാര രീതികളെക്കുറിച്ചുമുള്ള വിശ്വാസത്തിൻ്റെ ആകെത്തുകയാണ് അയാളുടെ ആത്മബോധം അഥവാ അഹം, സെൽഫ് കോൺസെപ്റ്റ്. തൻ്റെ ചുറ്റുപാടുകളിലൂടെയും മറ്റുള്ളവരുടെ ഇടപെടലുകളിലൂടെയുമാണ് ഒരാളുടെ ആത്മബോധം രൂപപ്പെടുന്നത്. ഗുണപരമായ ആത്മബോധമുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റുള്ള വ്യക്തി സന്തോഷം അനുഭവിക്കുകയും ലോകത്തെ സുരക്ഷിതവും ഗുണപരമായതുമായി നോക്കിക്കാണുകയും ചെയ്യുന്നു. ഗുണപരമല്ലാത്ത ആത്മബോധമുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റുള്ള വ്യക്തി സന്തോഷവും സുരക്ഷിതത്വ ബോധവും ഇല്ലാത്തവനും ലോകത്തെ വിപരീത മനോഭാവത്തോടെ കാണുന്നവനുമായിരിക്കും. ആദർശാത്മക അഹം അല്ലെങ്കിൽ ഐഡിയൽ സെൽഫ്, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, റിയൽ സെൽഫ്. കാൾ റോജേഴ്സ് അഹത്തെ അല്ലെങ്കിൽ സെൽഫിനെ രണ്ടായി തിരിക്കുന്നു: ആദർശാത്മക അഹം, ഐഡിയൽ സെൽഫ്, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, റിയൽ സെൽഫ്. താൻ ആരായിത്തീരുവാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു, അതാണ് അയാളുടെ ആദർശാത്മക അഹം അല്ലെങ്കിൽ ഐഡിയൽ സെൽഫ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആരാണോ അതാണ് അയാളുടെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, റിയൽ സെൽഫ്. അഹത്തിൻ്റെ ഈ രണ്ട് തലങ്ങളും എത്രത്തോളം അടുത്ത് നിൽക്കുന്നുവോ അത്രത്തോളം സന്തുലിതമായിരിക്കും അയാളുടെ വ്യക്തിത്വം. ഇവ തമ്മിലുള്ള അന്തരം കൂടുന്നത് അപസമായോജനത്തിനും വ്യക്തിത്വ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. നിരുപാധിക പരിഗണന അല്ലെങ്കിൽ സ്നേഹം, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഓർ ലവ്. നിരുപാധികമായ പരിഗണനയും തുറന്ന സ്നേഹവും വ്യക്തികൾക്ക് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനും സഹായകമാണ്. ഉപാധികളോടുള്ള സ്നേഹവും പരിഗണനയും തെറ്റായ ആദർശനാത്മക അഹം രൂപപ്പെടുന്നതിനും യാഥാർത്ഥ്യാത്മക അഹവുമായി പൊരുത്തക്കേട് സൃഷ്ടിക്കുന്നതിനും അതുവഴി വ്യക്തിത്വ പ്രശ്നങ്ങൾക്കും കാരണമാകാം. ഉത്തര മാനവികത കാഴ്ചപ്പാടുകൾ, പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്സ്. പരിണാമവാദം, പാരമ്പര്യവാദം, ന്യൂ ജെനറ്റിക്സ് തുടങ്ങിയവ വികസിച്ചതോടുകൂടി 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ 3 ശാസ്ത്രജ്ഞന്മാർ ജൂലിയൻ ഹക്സ്ലി, ജെ.ഡി. ബർണർ, ഇ.എക്സ്. ഹാൾഡൈൻ എന്നിവർ ഇവ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തി. ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ജൂലിയൻ ഹക്സ്ലി ആണ്. സ്വാഭാവികവും വൈജ്ഞികവുമായ പരിണാമത്തിനപ്പുറം മനുഷ്യനും കമ്പ്യൂട്ടറും ചേർന്നുകൊണ്ടുള്ള പുതിയ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പോസ്റ്റ് ഹ്യൂമനിസം പങ്കുവയ്ക്കുന്നത്. ആത്മാദരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം.
ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പാണ് ആത്മാദരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം. ആത്മാദരത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്ന ഉപാധികൾ അല്ലെങ്കിൽ ടൂളുകൾക്ക് ഉദാഹരണമാണ് റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ, സെൽഫ് എസ്റ്റീം ഇൻവെൻട്രി എന്നിവ. ഒരു വ്യക്തിയുടെ ആത്മാദരത്തിൻ്റെ തോത് കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ് റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ. മനസ്സിൻ്റെ 3 തലങ്ങൾ. പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. മനുഷ്യ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് 3 തലങ്ങളായി തിരിച്ചിരിക്കുന്നു. ബോധമനസ്സ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ്. ബോധമനസ്സ് സാധാരണ നിലയിലുള്ള മനസ്സാണ് ബോധമനസ്സ്. പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നത് ബോധമനസ്സിലാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായ അനുഭവങ്ങളാണ് ബോധമനസ്സിൻ്റെ ഉള്ളടക്കം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സ്. ഉബോധ മനസ്സ് ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധമില്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ്. ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണ് ഉപബോധ മനസ്സ്. പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് അബോധതലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ പ്രതീകവൽകൃതമായി ഉബോധത്തിലേക്ക് ഉയർന്ന് കടക്കുമ്പോഴെന്ന് അനുമാനിക്കാറുണ്ട്. അബോധ മനസ്സ് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് അബോധതലമാണ്. മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധതലത്തിലാണ്. വ്യക്തിയുടെ വ്യവഹാരശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വച്ചിരിക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. മനസ്സിൻ്റെ ഈ തലങ്ങൾക്ക് ഒരു മഞ്ഞുമലയുമായി അല്ലെങ്കിൽ ഐസ്ബർഗുമായി സാദൃശ്യമുള്ളതായി ഫ്രോയിഡ് നിരീക്ഷിക്കുന്നു. കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിനുള്ളിലായിരിക്കും. ചെറിയ ഒരു ഭാഗം മാത്രമേ പുറത്തുനിന്നും നോക്കുമ്പോൾ കാണൂ. അതുപോലെ ഏറ്റവും വലിയ തലമായ അബോധ മനസ്സ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നെല്ലാം വിഭിന്നമായി ആരും കാണാതെ സ്ഥിതി ചെയ്യുകയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിനെ വിശദീകരിച്ചത് മനസ്സിൻ്റെ ആഴങ്ങൾ മറഞ്ഞിരിക്കുന്ന തലത്തെ എന്നാണ്. ജന്മസിദ്ധമായ വാസനകളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിങ്സ് സംഭരണിയായി കണക്കാക്കുന്നത് അബോധ മനസ്സിനെയാണ്. മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായ തലമാണ് അബോധ മനസ്സ്. മനസ്സിൻ്റെ അബോധതലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ എന്നിവ. നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തു വരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുന്നതിന് ഫ്രോയിഡ് സ്വപ്നാപഗ്രന്ഥനം ഡ്രീം അനാലിസിസ് എന്ന രീതി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. പറയാൻ ആഗ്രഹിച്ചതല്ലാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നത്, അതായത് തെറ്റുകൾ പോലും പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളായിരിക്കും പ്രതിഫലിപ്പിക്കുന്നതെന്നും ഫ്രോയിഡ് വ്യാഖ്യാനിക്കുന്നുണ്ട്. മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. വ്യക്തിയിലെ മനോഘടനയെ 3ആയി തിരിക്കാം. ഇദ്, ഈഗോ അല്ലെങ്കിൽ അഹം, സൂപ്പർ ഈഗോ, അത്യാഹം. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ 3 പ്രധാന വ്യവസ്ഥകൾ കൂടിച്ചേരുന്നതാണ് വ്യക്തിത്വ ഘടന. ഇദ് മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തിയാണ് ഇദ്. ജന്മവാസനകളുടെ നിക്ഷേപമായി കരുതാവുന്നതാണ് ഇദ്. സാൻമാർഗിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതാണ്. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഇദ്. വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടം ഇദ് ആണ്. പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വരമുണ്ടാകുന്നതിന് കാരണം ഇതാണ്. ഉദാഹരണം, വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഇദിൻ്റെ പ്രവർത്തനമാണ്. സുഖത്വം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകമാണ് ഇദ്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഇതാണ്. ഫ്രോയിഡ് ലിബിഡോ, ലൈംഗിക തൃക്ഷ
എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനെയാണ്. ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ലിബിഡോയുടെ രണ്ട് മുഖങ്ങളായി ഫ്രോയിഡ് അവതരിപ്പിക്കുന്നത് ഈറോസ്, താനറ്റോസ് എന്നിവയാണ്. ഈറോസ് ലൈംഗികതയും താനറ്റോസ് ആക്രമണവാസനയും പ്രതിനിധീകരിക്കുന്നു. ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിറ്റ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിറ്റ് എന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രോയിഡാണ്. അഹം അല്ലെങ്കിൽ ഈഗോ ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യ ബോധതത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അനുസരിച്ചാണ്. യാഥാർത്ഥ്യ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, ഇതിൻ്റെ ചോദനകളെ യാഥാർത്ഥ്യബോധത്തോടെ നിയന്ത്രിക്കുന്ന ഈഗോയും സാമൂഹ്യ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് ചോദനകളെ നിയന്ത്രിക്കുന്ന സൂപ്പർ ഈഗോയും പരസ്പര പൂരകമായി പ്രവർത്തിക്കുമ്പോഴാണ് വ്യക്തിത്വം സന്തുലിതമാകുന്നത്. ഓരോ നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് അഹമാണ്. ഇത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്നു. അത്യാഹത്തിൻ്റെ അഥവാ സൂപ്പർ ഈഗോയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യക്തി സന്തുലനത്തോടെ സംരക്ഷിക്കുന്നത് ഈഗോയാണ്. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായതാണ് ഈഗോ. ഇത് കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഈഗോയ്ക്കാണ്. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകൻ എക്സിക്യൂട്ടീവ് പേഴ്സണാലിറ്റിയായും കണക്കാക്കുന്നത് ഈഗോയാണ്. ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ഈഗോയാണ്. ഇതും ഈഗോയും താരതമ്യം ചെയ്താൽ ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടും ഉപമിക്കാം. അത്യാഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ. അത്യാഹം മനുഷ്യ മനസ്സിലെ ഈഗോയുടെ തന്നെ പരിണിത രൂപമാണ്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ. ഇതിനെ വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ. പരിപൂർണത അല്ലെങ്കിൽ പെർഫെക്ഷന് വേണ്ടിയുള്ള ശ്രമമാണ് സൂപ്പർ ഈഗോ. സാമൂഹിക നന്മയെ ലക്ഷ്യം വച്ചുള്ള പ്രവർത്തനമാണ് സൂപ്പർ ഈഗോ. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് സൂപ്പർ ഈഗോയാണ്. സാൻമാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെടുന്ന മാനസികാവസ്ഥയാണ് സൂപ്പർ ഈഗോ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ. സമൂഹം അംഗീകരിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത് സൂപ്പർ ഈഗോയാണ്. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? സാൻമാർഗിക തത്വം, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. തെറ്റ് ചെയ്യുന്നുവെന്നറിഞ്ഞിട്ടും മനസ്സാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തിയുടെ സൂപ്പർ ഈഗോ ദുർബലവും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുകയും ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് രോഗാതുരനാവുകയും ചെയ്യുന്ന വ്യക്തിയുടെ സൂപ്പർ ഈഗോ പ്രബലവുമാണെന്ന് കണക്കാക്കാം. ഇത് എന്നത് സുഖതത്വമാണ്, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. ഈഗോ യാഥാർത്ഥ്യ തത്വമാണ്, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. സൂപ്പർ ഈഗോ സാൻമാർഗിക തത്വം, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. മനോലൈംഗിക വികാസഘട്ടങ്ങൾ, സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ലിബിഡോയുടെ അല്ലെങ്കിൽ ലൈംഗിക ചോദന കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 വികാസഘട്ടങ്ങൾ ഫ്രോയിഡ് വിശദീകരിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നു. ഇവയെ ലൈംഗിക ഉത്തേജന മേഖലകൾ, ഇറോജനസ് സോൺ എന്നാണ് വിളിക്കുന്നത്. ഫ്രോയിഡ് മുന്നോട്ട് വച്ച 5 മനോലൈംഗിക വികാസഘട്ടങ്ങൾ: വദനഘട്ടം ഓറൽ സ്റ്റേജ്, ഗുദഘട്ടം ആനൽ സ്റ്റേജ്, ലിംഗഘട്ടം ഫാലിക് സ്റ്റേജ്, നിർലീനഘട്ടം ലാറ്റൻസി സ്റ്റേജ്, ജനനേന്ദ്രിയ ഘട്ടം ജനറ്റിയൽ സ്റ്റേജ്. വദനഘട്ടം ഓറൽ സ്റ്റേജ് ജനനം മുതൽ 2 വയസ്സ് വരെ. ഈ ഘട്ടത്തിൽ ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് വായും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവുമാണ്. ഈ സമയത്ത് കുട്ടി കിട്ടുന്നതെല്ലാം നുകരുന്നത് അതുകൊണ്ടാണ്. ഇതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നാലോ മാതാവിൽ നിന്നും വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാലോ കുട്ടിക്ക് സ്തംഭനം അല്ലെങ്കിൽ ഫിക്സേഷൻ സംഭവിക്കാം. വ്യക്തിത്വ വളർച്ച മന്ദീഭവിക്കുന്നത് സ്തംഭനം വഴിയാണ്. ശൈശവത്തിൽ കൂടുതൽ
പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യം ലഭിച്ചാൽ പിൽക്കാലത്ത് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമെന്നും ഫ്രോയിഡ് നിരീക്ഷിക്കുന്നു. ഗുദഘട്ടം അല്ലെങ്കിൽ പൃഷ്ഠാഘട്ടം ആനൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ഉദ്ദീപന മേഖലയാണ് മലദ്വാരം. മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ഘട്ടമാണ് ഗുദഘട്ടം. ഈ ഘട്ടത്തിൽ വിസർജ്യം പിടിച്ചുവച്ചും പുറത്തേക്ക് തള്ളിയും ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടി ആനന്ദം നേടുന്നത്. ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഈ ഘട്ടത്തിൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചാൽ അത് സ്തംഭനത്തിന് കാരണമാകും. ശുചിത്വത്തെക്കുറിച്ചും ചിട്ടാവട്ടങ്ങളെക്കുറിച്ചുമുള്ള അമിതമായ ഉത്കണ്ഠയായി അത് പിന്നീട് രൂപാന്തരപ്പെടും. ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതിരുന്നാൽ കുട്ടി മുതിർന്നു കഴിഞ്ഞാലും ചിട്ടയുടെ കാര്യത്തിൽ അലംഭാവം പ്രദർശിപ്പിക്കും. ലിംഗഘട്ടം അല്ലെങ്കിൽ ലൈംഗിക അവയവഘട്ടം ഫാലിക് സ്റ്റേജ് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ. ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടമാണ് ലിംഗഘട്ടം. ഉദ്ദീപന മേഖല ലൈംഗിക അവയവങ്ങൾ. ലൈംഗിക വികാരങ്ങൾ ആദ്യമായി ഉടലെടുക്കുന്ന ഘട്ടമാണ് ലിംഗഘട്ടം. ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ് പിതൃകാമന ഇലക്ട്ര കോംപ്ലക്സ്, മാതൃകാമന എഡിപ്പസ് കോംപ്ലക്സ്. ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളെ കാണിക്കാൻ സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച 2 ആശയങ്ങളാണ് ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ്. ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായ സ്നേഹവും അഭിനിവേശവും പിതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളാണ് മാതൃകാമന അല്ലെങ്കിൽ ഇഡിപ്പസ് കോംപ്ലക്സ്. പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹവും മാതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളാണ് പിതൃകാമന അല്ലെങ്കിൽ ഇലക്ട്രോ കോംപ്ലക്സ്. ഈ കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷത്തിന് വിജയകരമായ പരിഹാരം കാണുക എന്നത് ആരോഗ്യകരമായ വ്യക്തിത്വ വികസനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെന്നും ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിർലീനഘട്ടം അഥവാ അന്തർലീനഘട്ടം ലാറ്റൻസി സ്റ്റേജ് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായി കൂട്ടുകൂടി കളിക്കാൻ താൽപ്പര്യം കാണിക്കുന്ന ഘട്ടം നിർലീനഘട്ടം. ഈറോജിനസ് സോൺ താൽക്കാലികമായി അപ്രത്യക്ഷമാകുന്നു. ഉദ്ദീപന മേഖല ഇല്ലാത്ത ഘട്ടം. വികാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഘട്ടം. ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ലൈംഗിക ഘട്ടം ജനൈറ്റൽ സ്റ്റേജ് 12 വയസ്സ് മുതൽ. ഈ ഘട്ടത്തിൽ ഈറോജിനസ് സോൺ വീണ്ടും ലൈംഗിക അവയവങ്ങളെ കേന്ദ്രീകരിക്കും. ഈ ഘട്ടത്തിൽ ലൈംഗിക പക്വത നേടുന്നതിനാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ മുതിർന്നവരുടേതുപോലെയുള്ള സമീപനമായിരിക്കും കുട്ടി പ്രകടിപ്പിക്കുന്നത്. ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള താൽപ്പര്യം വളരുന്ന ഘട്ടമാണ് ജനനേന്ദ്രിയ ഘട്ടം അല്ലെങ്കിൽ ജനൈറ്റൽ സ്റ്റേജ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.